ക്ലവർ കാർല എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്പർ ദ പിക്ചേഴ്സ് ഇൻ ദ സെയിം ഓർഡർ ആസ് ദ ഇവൻറ്റ്സ് ടുക്ക് പ്ലേസ് ഇൻ ദ പ്ലേ. അപ്പം ഇത് നടന്നിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളെ കഥയില്ലേ, കഥയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് നമ്മൾ കൃത്യമായൊരു നമ്പർ ഇട്ട് വയ്ക്കണം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഏതാണ്, നമ്മുടെ ഫാർമർ തൻ്റെ വാഗണിൽ സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് അയാൾ മർച്ചൻറ്റുമായിട്ട് കച്ചവടം നടത്തുന്ന ആ ഒരു ഇതാണ്. ഓക്കെ. തേർഡ് എവിടെയാണ്, മർച്ചൻ്റ് അദ്ദേഹത്തെ കബളിപ്പിച്ചിട്ട് സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. ഫോർത്ത് എന്ന് പറയുന്നത് ഇദ്ദേഹം തിരിച്ച് വീട്ടിൽ പോകുന്നതാണ്. ഓക്കെ. ഫിഫ്ത്ത് എന്ന് പറയുന്നത് കാർലയെ തൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരു ഐഡിയയെക്കുറിച്ച് പറയുന്നതാണ്. ഓക്കെ. സിക്സ്ത് എന്ന് പറയുന്നത് കാർല ആ വാട്ടർമെലൺസുമായിട്ട് നമ്മുടെ മർച്ചൻറ്റിനെ കാണാൻ പോകുന്നത്. സെവൻത് എന്ന് പറയുന്നത് മർച്ചൻറ്റിൻ്റെ കയ്യിൽ നിന്ന് മർച്ചൻ്റെ അടുത്ത് കാർല ഇതുപോലെ പണത്തിൻ്റെ കാര്യം പറയുന്നത്. എയ്ത്ത് മർച്ചൻ്റെ കയ്യിൽ നിന്ന് കാർല പണം വാങ്ങുന്നതാണ്. ഒൻപതാമത്തെ എന്ന് പറയുന്നത് എന്താണ്, 3 റിങ്സും വേണമെന്ന് പറഞ്ഞപ്പോൾ മർച്ചൻ്റ് കാർലയ്ക്ക് ആ റിങ്സ് കൊടുക്കുന്നതാണ്. ഓക്കെ. ഇതിൻ്റെ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ റൈറ്റ് ദ ഇവൻറ്റ്സ് ഇൻ ദ റൈറ്റ് ഓർഡർ ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ നമ്മൾ നേരത്തെ നോക്കിയില്ല ഇവൻറ്റ്സ്, അതെല്ലാം കൃത്യമായ ഓർഡറിൽ താഴെ എഴുതണം. ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദ ഫാർമർ ലോഡഡ് ഹിസ് വാഗൺ വിത്ത് ഗ്രെയിൻസ്. The merchant gave the farmer 20 copper pieces as price for everything. The merchant then went away with the wagon and the load. The worried farmer reached home as he had lost his wagon. Carla assured her papa that she had an idea. Carla approached the merchant with some watermelons. He examined them closely. The merchant offered her 3 coins, saying, "This is all I can offer." Carla demanded all the things in his hands. After getting the coins, she demanded the 3 lovely rings on his fingers too. The merchant reluctantly removed the rings and gave them to Carla. അങ്ങനെ 9 ഇൻസിഡൻസ് നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. സെക്കൻഡ് ആക്ടിവിറ്റി, റീഡ് ദീസ് ലൈൻസ് വിച്ച് ഡിസ്ക്രൈബ്സ് എ ഫാമേഴ്സ് വർക്ക്. ഒരു ഫാർമറിൻ്റെ വർക്കിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, അദ്ദേഹം ചെയ്യുന്ന ജോലിയെ കാണിച്ചു തരുന്ന ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. When the sun rises, I go to work. When the sun goes down, I take rest. I dig the well from which I drink. I farm the soil which yields my food. A farmer tills and toils in the farm to produce good products. ഒരു കർഷകൻ തൻ്റെ കൃഷിതലത്തിൽ ഉഴുന്ന് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്താണ് അദ്ദേഹം തൻ്റെ പ്രോഡക്ട്സുകൾ താൻ എന്താണ് അവിടെ കൃഷി ചെയ്യുന്നത് അതിനെ നിർമ്മിക്കുന്നത്. ദ വർക്ക് ഓഫ് എ ഫാർമർ ഈസ് ഹാർഡ് ആൻഡ് ഈവൻഫുൾ ആസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ എബോവ് ലൈൻസ്. ഒരു ഫാർമറിൻ്റെ വർക്ക് എന്ന് പറയുന്നത് വളരെ ഹാർഡാണ്, നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്നില്ലേ അതേപോലെ പറയുന്നതാണ്. ഡു യു നോ എനി ഫാർമർ ഇൻ യുവർ ലൊക്കാലിറ്റി? കളക്ട് ദെയർ നെയിംസ്, ദ ക്രോപ്സ് they cultivate the products, the way they sell it, etc. അപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റി, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതേപോലൊരു ഫാർമർ ഉണ്ടോ, അവരുടെ പേരുകൾ കളക്ട് ചെയ്യുക, അവർ കൃഷി ചെയ്യുന്ന ക്രോപ്പുകൾ എന്താണെന്ന് നോക്കുക, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്, അവ എങ്ങനെയാണ് അതിനെ വിൽക്കുന്നതെന്നെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിച്ചെഴുതുക. ഇവിടെ എക്സാമ്പിളായിട്ട് ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. മജീദ് ഈസ് എ ഫാർമർ ഇൻ അവർ വില്ലേജ്. ഹി വർക്ക്സ് ഹാർഡ് ഇൻ ഹിസ് ഫീൽഡ് ഫ്രം ഡോൺ ടു ഡസ്ക്. ഹി കൾട്ടിവേറ്റ്സ് റൈസ്, വെജിറ്റബിൾസ് ആൻഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ്. He uses a tractor to plow his land. He says he uses only natural manure. Majid uses modern machines to reap the crops. He sells the grains and vegetables in the nearby market. Villagers visit Vadagara house, Majid's residence, to buy fresh fruits and pesticide-free vegetables. He is the winner of the Karshaka Sri Award in the year 2013. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഇതേപോലെ കർഷകർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരടുത്ത് ചെന്നിട്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ റിപ്പോർട്ട് തയ്യാറാക്കുക. ഇതിൻ്റെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ വർക്ക് ഓഫ് എ ഫാർമർ. ഡോണ്ട് ഫോർഗെറ്റ് ടു ഡിസ്ക്രൈബ് ദ വർക്ക് ഡൺ ബൈ ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് ദ ഫാർമർ ടു. ഈ പിക്ചറിൽ നിങ്ങൾ കണ്ടില്ലേ, ഒരു ഫാർമർ ജോലി ചെയ്യുകയാണ്. അദ്ദേഹം ചെയ്യുന്ന ജോലികൾ എന്താണെന്ന് എഴുതുക, കൂടെ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ചെയ്യുന്ന ജോലികൾ എന്താണെന്നും കൂടെ നിങ്ങൾ എഴുതുക. ദിസ് ഈസ് ദ ഹൗസ് ഓഫ് ദ ഫാർമർ നിയർ എ ഫീൽഡ്. ഇത് ഒരു ഫാർമറിൻ്റെ ഹൗസാണ്, അദ്ദേഹത്തിൻ്റെ ഫീൽഡ്, അതിൻ്റെ കൃഷിസ്ഥലത്തിനടുത്താണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. ദ ഹൗസ് ഈസ് ആസ് സ്മോൾ ആസ് എ ഹട്ട്. എന്നാൽ ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാകും ഈ വീടെന്ന് പറയുന്നത് ഒരു ചെറിയ ഹട്ടിൻ്റെ, ചെറിയൊരു കുടിലിൻ്റെ അത്രയേ ഉള്ളൂ. ദ ഫാർമർ ഈസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. ഫാർമർ എന്ത് ചെയ്യുകയാണ്, അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ്. ഹിസ് വൈഫ് ഈസ് ഫീഡിങ് ദെയർ കാറ്റിൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ കാറ്റിൽ, പശുക്കളെ എന്ത് ചെയ്യുകയാണ്, ഫീഡ് ചെയ്യുകയാണ്, ആഹാരം കൊടുക്കുകയാണ്. ദ ഫാമേഴ്സ് ചിൽഡ്രൻ ആർ ഹാവിംഗ് എ ബാത്ത് ഇൻ ദ നിയർ ബൈ പോണ്ട്.
ഫാമറിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുകയാണ്? അവരുടെ വീടിൻ്റെ അടുത്തുള്ള ആ ഒരു കുളത്തിൽ കുളിക്കുകയാണ്. ദേ ആർ വെരി ഹാപ്പി. അവൾ വളരെ സന്തോഷത്തിലാണ്. ദർ ഈസ് എ കോക്കനട്ട് പാം നിയർ ദ ഹൗസ്. അവരുടെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു കോക്കനട്ട് പാം, ഒരു തെങ്ങുണ്ട്. ദ ഫീൽഡ് ഈസ് നോട്ട് വെരി ഫാർ അവേ ഫ്രം ദ ഹിൽ. അവരുടെ ഫീൽഡ് എന്ന് പറയുന്നത് ഹില്ലിൽ നിന്ന് വളരെ ദൂരെയല്ല. ദ ഹിൽ, പോണ്ട്, ട്രീസ് ഓൾ മേക്ക് ദ സീൻ വെരി ബ്യൂട്ടിഫുൾ. ഈ ചിത്രത്തിലുള്ള കുന്ന്, കുളം, മരങ്ങളെല്ലാം ഈ ചിത്രത്തെ വളരെ മനോഹരമാക്കുന്നു. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്. ഓക്കെ, ദ കിങ് ഓഫ് അനന്തപുരി വാണ്ട്സ് ടു പ്രൊമോട്ട് ഫാമിംഗ് ഇൻ ഹിസ് കിങ്ഡം. അനന്തപുരിയിലെ കിങ്ങിന്, രാജാവിന് അവരുടെ കിങ്ഡത്തിലുള്ള ഫാമിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, വൺ ഓഫ് ഹിസ് കോർട്ടിയേഴ്സ് പ്രിപ്പയർഡ് ന്യൂസ് റിപ്പോർട്ട്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള ഒരു കോർട്ടിയർ, ഒരു മെമ്പർ, എന്താ പറയുക, നമ്മളെ കൊട്ടാരത്തിലെ ഒരു അംഗം എന്ത് ചെയ്തു? ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കി. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, ഹെൽപ്പ് ഹിം എഡിറ്റ് ദ റിപ്പോർട്ട്. ഇതിലെന്തുണ്ട്? കുറച്ച് എറേഴ്സ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതിനൊന്ന് തിരുത്താം. ഓക്കെ, അപ്പം ശരിയായിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട് ആൻസേഴ്സ്, മുകളിലുള്ളത് തെറ്റായിട്ടുള്ളതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ആൻസേഴ്സ് ആദ്യം വായിക്കാം, അതിൽ നിന്ന് തെറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, തെറ്റുകൾ ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അനന്തപുരി. അപ്പോൾ നമ്മൾ ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ആ സ്ഥലത്തിൻ്റെ പേര് എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞാണ് നമ്മൾ കാര്യങ്ങൾ പറയേണ്ടത്. ദ കിങ് ഓഫ് അനന്തപുരി ഈസ് വെറീഡ് അബൌട്ട് പുവർ കണ്ടീഷൻ ഓഫ് ഫാമിംഗ് ഇൻ ഹിസ് കിങ്ഡം. അനന്തപുരിയിലെ രാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട ആ ഒരു സാഹചര്യത്തിൽ വളരെ ദുഃഖിതനാണ്. ഓക്കെ, ഹി വിസിറ്റ് ഓൾ പാർട്സ് ഓഫ് ഹിസ് കിങ്ഡം എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. പക്ഷേ ഇത് പാസ്റ്റ് ഫോമാണ്, അതുകൊണ്ട് നമ്മൾ വിസിറ്റഡ് എന്ന് ചേർക്കും. അദ്ദേഹത്തിൻ്റെ കിങ്ഡത്തിലെ എല്ലാ ഭാഗത്തും അദ്ദേഹം വിസിറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത് നിങ്ങൾ നോക്കിക്കോളൂ. ഹി കുഡ് ഹാർഡ്ലി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വാക്ക് ശരിയാണ്, പക്ഷേ സ്പെല്ലിംഗ് തെറ്റാണ്. HARDLIക്ക് പകരം HARDLY ആണ്. ഓക്കെ, ഹി കുഡ് ഹാർഡ്ലി സീ എനി കൾട്ടിവേറ്റഡ് ലാൻഡ് എക്സെപ്റ്റ് ഇൻ സം ഏരിയാസ്. കുറച്ച് സ്ഥലങ്ങളെ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള കൃഷി ചെയ്യുന്ന സ്ഥലത്തെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. സോ ഹി ഇഷ്യൂഡ് ഓർഡേഴ്സ് ടു, അവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ബിഗൻ എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്, പക്ഷേ ഇവിടെ ബിഗിൻ എന്നാണ് ചേർക്കേണ്ടത്. ബിഗിൻ ഫാമിംഗ് ഇൻ ഓൾ പാർട്സ് ഓഫ് ദ കിങ്ഡം ആസ് ഏർലി ആസ് പോസിബിൾ എന്നാണ് ഉത്തരം. പക്ഷേ ഇവിടെ ഏർലി വാസ് പോസിബിൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അസ് എന്നേ വരാറുള്ളൂ. അപ്പോൾ ഏർലിക്ക് വരെ എന്ത് വാക്കായാലും അസ് എന്ന് വന്നു കഴിഞ്ഞാൽ അടുത്ത വാക്ക് കഴിഞ്ഞ് അടുത്തും അസാണ് വരുന്നത്. ഓക്കെ, ദ കിങ് ഓഫേർഡ് 100 ഗോൾഡ് കോയിൻസ് ഫോർ ദ ബെസ്റ്റ് ഫാർമർ. അവിടെ വിച്ചിന് പകരം ഹൂ ആണ് വരുന്നത്. ഹൂ മേക്സ് ദ ബെസ്റ്റ് റിസൾട്ട് ഇൻ ഫാമിംഗ്. ഓക്കെ, ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് റിസൾട്ട് ഇൻ ഫാമിംഗ് ആണ്. ഓക്കെ, അടുത്തൊരു പ്രോജക്റ്റ് വർക്കാണ്. കളക്ട് നെയിംസ് ഓഫ് ആസ് മെനി fruits and vegetables as possible. Add the names of vegetables and fruits listed in activity 4 on page 115. Find out the vitamins and nutrients present in them with the help of the science textbook and your teacher. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പേര് കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ ആക്ടിവിറ്റി 4 115ാമത്തെ പേജ് നമ്മളെ ഗ്രെയിനസ് ബിക്കസ് സെൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ആക്ടിവിറ്റിയിൽ നമ്മൾ കുറേ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പേര് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കുറേ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ പേര് കണ്ടുപിടിക്കുക. അതിൽ ഏതൊക്കെ വിറ്റമിൻസ് ആണുള്ളത്, അതിൽ ഏതൊക്കെ ന്യൂട്രിയൻസ് ആണുള്ളത് നിങ്ങൾ എഴുതി വയ്ക്കുക. കുറച്ച് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒരു എക്സാമ്പിൾ അതിനും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് വെജിറ്റബിൾ എന്ന് പറയുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റിലുള്ള വിറ്റമിൻസ് ഏതൊക്കെയാണ്? വിറ്റമിൻ എ ആണ്. ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? മിനറൽസും ഫൈബറുമാണ്. ഓക്കെ, അടുത്ത കേബേജിലുള്ള വിറ്റമിൻസ് എന്ന് പറയുന്നത് വിറ്റമിൻ കെ ആൻഡ് വിറ്റമിൻ സി. അതിലുള്ള ന്യൂട്രിയൻസ് കാൽഷ്യം. ടൊമാറ്റോയിലുള്ളത് വിറ്റമിൻ സി, ന്യൂട്രിയൻസ് കാൽഷ്യം. ആപ്പിൾ ഒരു ഫ്രൂട്ടാണ്. ആപ്പിളിലുള്ള വിറ്റമിൻസ് എന്ന് പറയുന്നത് വിറ്റമിൻ എയും വിറ്റമിൻ ബിയും ആണ്. അതിലുള്ള ന്യൂട്രിയൻസ് കോപ്പർ ആൻഡ് അയൺ. അടുത്ത ഫ്രൂട്ട് എന്ന് പറയുന്നത് ഗ്രേപ്പാണ്. ഗ്രേപ്പിലുള്ള വിറ്റമിൻസ് എന്ന് പറയുന്നത് വിറ്റമിൻ എ ആൻഡ് വിറ്റമിൻ ബി. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് ന്യൂട്രിയൻസ് ലൈക്ക് അയൺ ആൻഡ് കാൽഷ്യം. അടുത്തത് ഓറഞ്ചിലുള്ളത് എയും സിയും, ന്യൂട്രിയൻസ് പൊട്ടാഷ്യവുമാണ്.